ഇടം സീറോ അവറിലേക്ക് കാൽ കഴുകലും പാദസേവയുമായി ബന്ധപ്പെട്ട വിവാദ വാർത്തകൾ നേരത്തെ കാസർഗോഡ് നിന്നാണ് വന്നത്. വിദ്യാഭ്യാസ മന്ത്രി അതിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കണ്ണൂരിലെ സ്കൂളിലും അധ്യാപകന്റെ കാൽ കഴുകൽ. ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലാണ് കാൽ കഴുകൽ നടന്നത്. അധ്യാപകർ പൂർവാധ്യാപകന്റെ കാൽ കഴുകി വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ചു. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുനിൽ, കാസർഗോഡ് നിന്നുള്ള വാർത്തയിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കണ്ണൂരിലും ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്. എപ്പോഴുണ്ടായ സംഭവമാണ്, എന്തൊക്കെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു സുനിൽ? ഗുരുപൂർണിമ ദിനത്തിലാണ് സാധാരണഗതിയിൽ RSSന്റെയും സംഘപരിവാർ സംഘടനകളുടെയും ഒക്കെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഈ അധ്യാപകരുടെ കാല് വിദ്യാർത്ഥികളെ കൊണ്ട് കഴിയിപ്പിക്കുന്നതും മറ്റുമായ ചടങ്ങുകൾ ചെയ്യുന്നത്. അത് സാധാരണഗതിയിൽ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി അങ്ങനെ അത്തരം വാർത്തകൾ ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോ ജിൽസി പറഞ്ഞതുപോലെ കാസർഗോഡ് നിന്ന് അത്തരം ഒരു വാർത്ത വരുന്നത്. പിന്നാലെയാണ് ശ്രീകണ്ഠപുരത്ത് വിവേകാനന്ദ വിദ്യാപീഠത്തിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഈ ശ്രീകണ്ഠപുരത്തെ വിവേകാനന്ദ വിദ്യാപീഠം എന്ന് പറയുന്ന സ്കൂളും RSSന്റെ നിയന്ത്രണത്തിലുള്ള സംഘപരിവാർ സംഘടനകളുടെ നിയന്ത്രണത്തിലുള്ള ഒരു അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടെയാണ് ഈ ഗുരുപൂർണിമ ദിനത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടെ ഈ വിദ്യാർത്ഥികളെ കൊണ്ടല്ല അധ്യാപകന്റെ കാല് കഴിയിപ്പിച്ചത്. നേരത്തെ അവിടെ ശ്രീകണ്ഠപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്ന ഒരാൾ അദ്ദേഹത്തെ ഈ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുകയും ഈ മുതിർന്ന റിട്ടയർഡ് ആയിട്ടുള്ള ഈ അധ്യാപകന്റെ കാല് ഈ വിവേകാനന്ദ വിദ്യാപീഠത്തിലെ അധ്യാപകർ കഴുകുകയാണ് ചെയ്തത്. അതിനുശേഷം അവിടുത്തെ വിദ്യാർത്ഥികളെ കൊണ്ട് കാലിൽ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, കാലിൽ പുഷ്പം ഇട്ട് പാദപൂജ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും ദൃശ്യങ്ങളും മറ്റുമൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധം ഈ സംഭവത്തിൽ ഉയർന്നിട്ടുണ്ട്. അധ്യാപകരെ ബഹുമാനിക്കണം, പക്ഷേ അധ്യാപകരെ ബഹുമാനിക്കേണ്ടത് കാല് കഴുകിയിട്ടാണോ എന്ന ചോദ്യമാണ് SFI അടക്കമുള്ള സംഘടനകളൊക്കെ ചോദിക്കുന്നത്. എന്തായാലും SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഇത് അൺഎയ്ഡഡ് സ്കൂളാണ്. സംഭവത്തിൽ കാസർഗോഡ് വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും എന്തെങ്കിലും നടപടികൾ, എന്തെങ്കിലും പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കണ്ണൂരിലെ സ്കൂളിൽ നിന്നുമാണ് അധ്യാപകന്റെ കാൽ കഴുകൽ വിവാദം വീണ്ടും വരുന്നത്. ഇവിടെ ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിൽ കാൽ കഴുകിയത് അധ്യാപകരാണ്. പൂർവാധ്യാപകന്റെ കാൽ കഴുകിയത് വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. വലിയ വിമർശനങ്ങൾ കൂടി ഈ സംഭവത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. സുനിൽ ഐസക് ആണ് വിവരങ്ങൾ നൽകിയത്.